ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ അധ്യായത്തിൽ വളരെ രസകരമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായി അടുക്കളയിൽ പെരുമാറാൻ ഉപയോഗിക്കുന്ന കത്തി, കത്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇത് കഴിയുന്നതും കവർ ചെയ്ത് വയ്ക്കുക. വാസ്തുപരമായിട്ട് ഇതിൻ്റെ ഒരു ദോഷം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിയുന്നതും കവർ ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഒരിടത്ത് ഓപ്പണായിട്ട് അങ്ങനെ ഇട്ടിരിക്കരുത്. കത്തി, കത്തിരി, ഈ പറഞ്ഞ മൂർച്ചയുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും എന്തെങ്കിലും വെച്ച് കവർ ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി വേറൊരു കാര്യം, ഡൈനിങ് ടേബിളിനെ കുറിച്ച്. ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് ഓവൽ ഷേപ്പിലുള്ള ഡൈനിങ് ടേബിൾ അത്ര നല്ലതല്ല. അതൊരു നല്ല ലക്കി ആയിട്ടുള്ളൊരു സംഭവമല്ല, ബാഡ് ലക്കാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഓവൽ ഷേപ്പുള്ള ഡൈനിങ് ടേബിൾ മാറ്റിയിട്ട് റെക്റ്റാങ്കുലർ ഷേപ്പുള്ള ഡൈനിങ് ടേബിൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വേറെ ഷേപ്പുകൾ ഉപയോഗിക്കും. പക്ഷേ ഓവൽ ഷേപ്പ് കഴിയുന്നത് ഒഴിവാക്കുക. ഓവൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ പ്യുവർലി ഓവൽ ഷേപ്പാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു എൻഡിൽ മാത്രം ഇങ്ങനെ വരുന്നൊരു ഓവൽ ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഓവൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു ഓവലായിട്ടുള്ള ഒരു ഷേപ്പ്, അത് ഒഴിവാക്കുക. അത് ബാഡ് ലക്കാണ് എന്ന് പറയും. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഡൈനിങ് ടേബിള് മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ ഡൈനിങ് ടേബിൾ കാണാത്ത രീതിയിൽ വേണം നിങ്ങളുടെ വീട്ടിലെ അറേഞ്ച്മെൻറ്റുകൾ സജ്ജീകരിക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കർട്ടൻ ഉപയോഗിക്കാം, ഒരു പാർട്ടീഷൻ ഉപയോഗിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. കഴിയുന്നത് മെയിൻ ഡോറിലൂടെ നോക്കുമ്പോൾ ഡൈനിങ് ടേബിൾ കാണാതിരിക്കാനുള്ള ഒരു രീതിയിൽ വേണം നിങ്ങളുടെ ഫർണിച്ചർ അറേഞ്ച്മെൻറ്റുകൾ ചെയ്യാൻ. ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റു നല്ല വീഡിയോ മുന്നിലെത്തുന്നവരെ നന്ദി, നമസ്കാരം.